തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്നാണ് CPI പറയുന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിച്ച പ്രസ്താവനകളും ശബരിമല വിവാദവും തിരിച്ചടിയായെന്ന് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. തിരിച്ചടിക്ക് പിന്നാലെ ഭവന സന്ദർശനത്തിന് ഇറങ്ങാനാണ് CPI തീരുമാനം. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തെ ചരിത്രത്തിന്റെ അവസാനമായിട്ടല്ല, കാലത്തിന്റെ തീരുമാനത്തിന്റെ ഫലമായിട്ട് കാണുകയാണ്. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാം ആദരവോടും കൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. കാരണം CPIക്ക് അറിയാം, എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാതൽ. ആ ജനങ്ങൾ വിധി പറഞ്ഞാൽ ഞങ്ങൾ ആ വിധികൾത്തിനെ തലതാഴ്ത്തി പിടിച്ച് അംഗീകരിക്കും. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ഈ കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് CPI വിലയിരുത്തുന്നത്. CPM പക്ഷേ അത് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും വ്യത്യസ്ത നിലപാടെടുക്കുന്നു CPI ഈ വിഷയത്തിൽ എന്നതാണ്. വിനീത, തീർച്ചയായിട്ടും CPIM പലപ്പോഴും പത്രസമ്മേളനങ്ങളിലും പൊതുപ്രതികരണങ്ങളിലുമെല്ലാം സർക്കാരിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം, സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടില്ല എന്നുള്ള കാര്യമാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ CPI നേതൃത്വം കുറച്ചുകൂടി അതിനെ തുറന്ന സമീപനത്തിലാണ് കാണുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തൽ തന്നെയാണ് CPI ഉള്ളത്. അല്ലെങ്കിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകി, പരമാവധി ഈ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ടും പരമാവധി ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് കൈവിട്ടു എന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി CPI പറയുന്നത് അവിടെ ഭരണവിരുദ്ധ വികാരവും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനു പുറമെ മറ്റു പല വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ, അതൊക്കെ സ്വാഭാവികമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് CPIക്കുള്ളത്. അതുകൊണ്ടുകൂടിയാണ് യഥാർത്ഥ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൈ എപ്പോഴും 100% പൂർണ്ണമായും ചേർത്ത് പിടിച്ച് തന്നെയായിരിക്കും CPI മുന്നോട്ട് പോവുക എന്നുള്ള പ്രതികരണം ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ വിലയിരുത്തി ഇനി കൂടുതൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് CPI പ്രധാനമായും ഇനി ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനുവരി മാസം 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഭവന സന്ദർശനത്തിന് CPI തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ വോട്ടർമാരെയും കണ്ട് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് പിഴവുകൾ സംഭവിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് ഈ പറയുന്ന വോട്ടർമാർക്ക് വിമർശനമുള്ളത്, ആ കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. അതിന് ശേഷം CPI കൃത്യമായി തന്നെ വിലയിരുത്തുന്നു. CPM എന്ന വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കുകയാണ് CPI. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്.